ലോക പരിസ്ഥിതി ദിനത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം ഇൻസ്പയർഡ് ബൈ നാച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം അസർബൈജാനാണ്. പ്രധാന വേദി ബാക്കു. അസർബൈജാനിലെ ബാക്കു ആണ് പ്രധാന വേദി. ക്യാമ്പയിൻ്റെ മുദ്രാവാക്യം നൗ ഫോർ ക്ലൈമറ്റ്. 2025 പ്രമേയം നോക്കുകയാണെങ്കിൽ എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതാണ്. കേരള ദേവസ്വം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രഭൂമികൾ ഹരിതാഭമാക്കാനും പൂജാപുഷ്പങ്ങളും ഔഷധ സസ്യങ്ങളും നട്ടുവളർത്താനുമായി ആരംഭിച്ച പദ്ധതി ദേവാരണ്യം പദ്ധതി. ലോക പരിസ്ഥിതി ദിനമായ 2026 ജൂൺ 5 ഇന്ത്യയിലെ 100ാമത് റാംസാർ സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ടത് ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം, ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ 13ാമത് റാംസാർ സൈറ്റാണ്. ബല്ലിയ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്ഥാപിതമായ വർഷം 1991. ഗംഗാനദിയുടെ ഗതിമാറ്റത്താൽ രൂപപ്പെട്ട സ്വാഭാവിക ഓക്സ്ബോ തടാകമാണ്. ഇതിൻ്റെ പ്രാദേശിക നാമം സുർഹാത്താൽ. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുള്ള രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ 100 റാംസാർ സൈറ്റുകളാണുള്ളത്. എന്നാൽ ആഗോളതലത്തിലാണെങ്കിൽ ഇന്ത്യക്ക് 3ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം UK യുണൈറ്റഡ് കിങ്ഡം, 2ാം സ്ഥാനം മെക്സിക്കോ. UK-യിൽ 176ഉം മെക്സിക്കോയിൽ 144 റാംസാർ സൈറ്റുകളുണ്ട്. ഇന്ത്യയിലെ 99ാമത് റാംസാർ സൈറ്റ് ചോദിക്കുകയാണെങ്കിൽ ഷേഖ ഝീൽ പക്ഷി സങ്കേതം, അതും ഉത്തർപ്രദേശാണ്. 98 ചാരിദാദ്, ഗുജറാത്ത്. 97 പട്ന പക്ഷി സങ്കേതം, ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. 20 റാംസാർ സൈറ്റുകളുണ്ട്. 2ാം സ്ഥാനം ഉത്തർപ്രദേശാണ്, 13 റാംസാർ സൈറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസാർ സൈറ്റ് ചോദിക്കുകയാണെങ്കിൽ സുന്ദർബൻസ് പശ്ചിമ ബംഗാളിലാണ്. ഏറ്റവും ചെറിയ റാംസാർ സൈറ്റ് രേണുക തണ്ണീർത്തടം, അത് ഹിമാചൽ പ്രദേശിലാണ്. രേണുക തണ്ണീർത്തടം. ഇന്ത്യയിലെ ആദ്യ റാംസാർ സൈറ്റുകൾ നോക്കാം. 1981 ചിൽക്ക തടാകം, കേവൽദേവ് ദേശീയോദ്യാനം. ചിൽക്ക തടാകം ഒഡീഷയിലും കേവൽദേവ് ദേശീയോദ്യാനം രാജസ്ഥാനിലുമാണ്. എന്നാൽ കേരളത്തിലെ ആദ്യ റാംസാർ സൈറ്റുകൾ നോക്കുകയാണെങ്കിൽ വേമ്പനാട് കോൾ തണ്ണീർത്തടം, അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ട തടാകം. ഭൂമിയിലെ പ്രധാനപ്പെട്ട തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം മുൻനിർത്തി 1971 ഇറാനിലെ റാംസാർ നഗരത്തിൽ വെച്ച് രൂപം നൽകിയ അന്താരാഷ്ട്ര ഉടമ്പടി റാംസാർ കൺവെൻഷൻ. അന്താരാഷ്ട്ര ഉടമ്പടിയാണ് റാംസാർ കൺവെൻഷൻ.